ഇക്കഴിഞ്ഞ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യമാണ് DNA സാമ്പിളിംഗ്. യഥാർത്ഥത്തിൽ എന്താണ് DNA സാമ്പിളിംഗ്? ജനിതക തന്മാത്രകളായ DNA അഥവാ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിൻ്റെ ഘടനയിലെ വ്യത്യാസങ്ങൾ പരിശോധിച്ച് വ്യക്തികളെ തിരിച്ചറിയുന്ന രീതിയാണ് DNA സാമ്പിളിംഗ്. 1985 അലക് ജെഫ്രിയാണ് DNA പ്രൊഫൈലിംഗ് എന്ന ശാസ്ത്രീയ രീതി വികസിപ്പിച്ചെടുത്തത്. DNA തന്മാത്രകളിൽ ജീനുകളായുള്ള എക്സോണുകളും ബാക്കി വരുന്ന ഇൻട്രോണുകളും, അതായത് പ്രധാനമായിട്ടും ജീനുകളുടെ ഭാഗമാണ് എക്സോണ്, ഇൻട്രോണ്. അതിൽ ഇൻട്രോണുകളിൽ ഉൾപ്പെടുന്ന DNAയുടെ ഭാഗങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ചില അടിസ്ഥാന ജനിതക ക്രമീകരണങ്ങളിലെ വ്യത്യാസം, അതിന് വിളിക്കുന്ന പേരാണ് VNTR അഥവാ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. ഇത്തരത്തിൽ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിച്ച് നമുക്ക് ആളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓരോ വ്യക്തിയിലെയും വിരലടയാളം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും വ്യത്യസ്തമായിരിക്കും. DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യസ്തമാണ് എന്ന കണ്ടെത്തലിന് വഴിതെളിച്ച സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. ആളെ തിരിച്ചറിയാൻ സാധിക്കാത്ത മരണങ്ങൾ, മോഷണം, അതുപോലെ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലത്തു നിന്ന് ലഭിക്കുന്ന ത്വക്കിൻ്റെ ഭാഗം, മുടി, നഖം, രക്തം, മറ്റ് ശരീരദ്രവങ്ങൾ എന്നിവയിലൂടെയൊക്കെ DNA പരിശോധിച്ച് നമുക്ക് ആളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും.